വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടണൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. വരാനിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെയൊക്കെ എക്സാംസിന് ടണൽ എഞ്ചിനീയറിങ്ങിൽ നിന്നുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് സിലബസിൽ തന്നെ തന്നിട്ടുണ്ട്. സോ അത്രയും പോർഷൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ടണൽ. ടണൽ എന്ന് പറയുമ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് വേ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ പാസേജ് വേ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലൈറ്റ്സ് അല്ലെങ്കിൽ ചരക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്ന വാട്ടർ, സീവേജ്, ഇതിനൊക്കെ വേണ്ടിയിട്ടും നമ്മൾ ടണൽസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ട്രാഫിക്സിന് വേണ്ടിയിട്ട് റെയിൽ, റോഡ്സ്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ടണൽസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സീക്രട്ട് ആയിട്ടുള്ള ടണൽസ് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടണൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടണൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളെന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അണ്ടർഗ്രൗണ്ട് ഓർ underwater passageway dug through the surrounding soils, earth, rock. They could be used for carrying freights and passengers, water, sewage, etc. A tunnel may be for foot or vehicular road traffic, for rail traffic, or for a canal. Secret tunnels are built for military purpose. Special tunnels such as wildlife crossing are built to allow wildlife to cross human-made barriers safely. These methods involves our underground operations known as tunnel driving, and the surface is not disturbed. Then reasons to build a tunnel. ഒരു ടണൽ ബിൽഡ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നാണ്. മെയിനായിട്ട് എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൗണ്ടെയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേയിൽ കൂടെ സ്ട്രെയിറ്റ് ഒരു റോഡ് പോസിബിൾ ഒന്നും ആയിരിക്കില്ല. ഇത് റോഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, റെയിൽവേ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ പോസിബിൾ ആവാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ ടണൽസ് ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ടണൽ ചെയ്യുമ്പോൾ ഇപ്പം ചില സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, പക്ഷേ അവിടെ ടണൽ ചെയ്യാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മെയിൻ്റനൻസ് വൈസ് ഒക്കെ നോക്കുമ്പോൾ ടണൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെൻ ദ ലൈൻ എൻകൗണ്ടേഴ്സ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് സച്ച് എസ് മൗണ്ടെയിൻ ടു അവോയ്ഡ് ബൈപാസിംഗ് ദ ഒബ്സ്റ്റക്കിൾ, built sometimes to overcome a water obstacles as a replacing for build a bridge above it, built to connect between military posts so the movements between them will not be visible for the enemy, sometimes built for infrastructure like electricity cables, water communications, and sewerage to avoid damage and disruptions above ground. These are the reasons of build a tunnel. The next topic, advantages of tunneling. ടണലിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓപ്പൺ കട്ട് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ കട്ടിനേക്കാൾ കാലം കൂടുതൽ എക്കണോമിക്കലായിരിക്കും ടണൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രാഫിക്കൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള സ്ഥലങ്ങളിൽ നമ്മളൊരു ടണലൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ ട്രാഫിക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രിഡ്ജസ്, അതുപോലെ തന്നെ ഓപ്പൺ കട്ട്സ് ഒക്കെ വരുന്നതിനേക്കാളും ഒക്കെ ചീപ്പറാണ്. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ചീപ്പറാണ്. അതുപോലെ മെയിൻ്റനൻസ് ഒന്നും അധികം വരാറുമില്ല. അതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ടണൽസിന് ഗ്രേഡിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ടണൽസ് ആർ മോർ എക്കണോമിക്കൽ ദാൻ ഓപ്പൺ കട്ട്സ് ബിയോണ്ട് സർട്ടൻ ഡെപ്ത്. ടണൽസ് അവോയ്ഡിംഗ് ഡിസ്റ്റർബിംഗ് ഓർ ഇൻ്റർഫേസ് വിത്ത് ദ സർഫസ് life and traffic during construction. Tunnels prove to be cheaper than bridges or open cuts to carry public utility services like water, sewer, and gas. If tunnels are provided with easy gradients, the cost of hauling is decreased. In case of aerial warfare and bombing of cities, the tunnels would grant better protections as compared to bridges. And next disadvantages, high initial cost, slow progress in construction, need for specialized equipments and skilled supervision, need for illumination both during and after construction. ഓക്കെ, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്. അപ്പം ഈ ഇതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്ലോ പ്രോഗ്രസ് ഇൻ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് നമ്മുടെ ടണലിംഗ് എന്ന് പറയുന്നത്. വെച്ചാൽ ഒരുപാട് ടൈം എടുത്തായിരിക്കും അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ബ്ലാസ്റ്റിങ്ങും ഒക്കെയും ഡ്രില്ലിങ്, ഇതെല്ലാ പ്രോസസ്സും തന്നെ നമ്മൾ ഈ ടണലിങ് ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടണൽ ലൈനിങ് ആണ്. ടണൽ ലൈനിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതലിപ്പോൾ ലോഡ്സ് വരുന്നത് ഇപ്പോൾ ലൂസ് റോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ് സോയിലൊക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ലൈനിങ് ചെയ്തില്ല എങ്കിൽ ഈ ടണലൊക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഡിസിൻറ്റിഗ്രേഷൻ ഒന്നും നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ടണലിങ്ങിൻ്റെ ഈ ലൈനിങ് ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ഈ പ്രിവെൻഷനും കാര്യങ്ങളും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവായി കിട്ടും. അതുപോലെ ഈ പറയുന്ന ലൈനിങ് ടിമ്പർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും, കാസ്റ്റ് ചെയ്യാൻ പറ്റും, ബ്രിക്ക് മേസണറി, സ്റ്റോൺ മേസണറി, സിമെൻറ്റ് കോൺക്രീറ്റ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ബ്രിക്ക് മേസണറി ഉണ്ട്, അതുപോലെ തന്നെ ടിമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ മേസണറി തന്നെ ബ്രിക്കും ഉണ്ട്, സ്റ്റോണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ടണൽ ലൈനിങ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ടണൽ ലൈറ്റിംഗ് ആണ്. ടണൽ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഗുഡ് ലൈറ്റിംഗ് ഈസ് എസെൻഷ്യൽ ഓൺ ദ ഫോളോയിങ് ലൊക്കേഷൻസ്: ഒബ്സ്ട്രക്ഷൻസ് ഇൻ ടണൽ, drilling and marking zones, bottom of shaft, storage points, underground repair shops, pumping stations, switches, turnouts and passing tracks where work in progress. ഓക്കെ, അപ്പോൾ ഈ ടണലിൻ്റെ ലൈറ്റിംഗ് എന്ന് പറയുമ്പം വളരെയധികം എസെൻഷ്യലാണ്. അപ്പോൾ എന്തൊക്കെ കാര്യത്തിന് എസെൻഷ്യൽ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഈക്വൽ ഇൻ്റർവെൽസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ലൈറ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സിലാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈറ്റിംഗ് ഉണ്ട് ടണലിംഗ് ചെയ്യുമ്പോൾ. ലാൻഡേൺസ് ആൻഡ് ലാമ്പ് ബേണിംഗ് ഓയിൽ, കോൾ ഗ്യാസ് ലൈറ്റിംഗ്, അസറ്റലൈൻ ഗ്യാസ് ലൈറ്റിംഗ്, ഇലക്ട്രിക് ലൈറ്റിംഗ് ഒക്കെയാണ് ഉള്ളത്. അതുപോലെ ഓരോ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സർവേ ചെയ്യുന്ന സമയത്ത് ചെറിയ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാൻഡേൺ ആൻഡ് ലാമ്പ് ബേണിംഗ് ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഗ്യാസിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്കാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടണൽ കോൾ ഗ്യാസ് ലൈറ്റിംഗ് ആയിരിക്കും. പിന്നെ അസറ്റലൈൻ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അസറ്റലൈൻ ഗ്യാസ് ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മളധികം യൂസ് ചെയ്യാറില്ല, കാരണം ആ ഗ്യാസ് വളരെയധികം ഡേഞ്ചറസ് ആണ്. പിന്നെ ഇലക്ട്രിക് ലൈറ്റിംഗ് ഫെമിലിയർ ആയിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത് തന്നെയാണ് ഇലക്ട്രിക് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ലാൻഡേൺസ് ആൻഡ് ലാമ്പ് ബേണിംഗ് ഓയിലാണ്. പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ വായിക്കുന്നതേ ഉള്ളൂ. യൂസ്ഡ് ഇൻ സർവേ വർക്ക്സ് ആൻഡ് ഡ്യൂറിംഗ് ദി യൂസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, carried in hand and during burning, gasoline is used to get light from them. Coal gas lighting. Coal gas is taken in a pipe from a gas plant and it is then burned. Lights brilliant, steady. Explosions takes place if there is any leakage in gas pipe. Third one, acetylene gas lighting. Acetylene gas is used to produce line in tunnel, acetylene lamp. Not common at present. Acetylene gas is too dangerous. The last one, electric lighting. Its absence of smoke, do not consume oxygen, steady and brilliant light, wires and lamps are easily put and removed. These are the figures of lighting. Next topic, ventilation. വെന്റിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എയർ, ലൈറ്റ് ഇതൊക്കെ നമുക്ക് മെയിനായിട്ട് ഇൻസൈഡിലോട്ടും ഔട്ട്സൈഡിലോട്ടും ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസൈഡിലെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫ്രഷ് എയർ നമുക്ക് ഇൻസൈഡിലോട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹാംഫുൾ ആയിട്ടുള്ള സ്മോക്സ് അല്ലെങ്കിൽ ഗ്യാസസ് ഒക്കെ കാണാം. അപ്പോൾ അത് പുറത്ത് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഈ വെന്റിലേഷൻ, ടണൽസിന് വെന്റിലേഷൻ കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ഇനി പറയാൻ പോകുന്നത്. ദ ഫർണിഷ് ഫ്രഷ് എയർ ഫോർ ദി വർക്കേഴ്സ്, to remove bad gases and the fumes produced by explosives, to remove the dust caused by drilling, blasting and mucking operation, to reduce temperature in tunnel situated at a greater depth. അപ്പോൾ ഗ്രേറ്റർ ഡെപ്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ടെമ്പറേച്ചർ കൂടുതൽ കാണാം. അപ്പോൾ ആ ടെമ്പറേച്ചർ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ വെന്റിലേഷൻ ആവശ്യമാണ്. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടെ കുറച്ച് ക്ലാരിറ്റിയോട് കൂടി പറയുന്നത്. ദ ഫ്യൂംസ് ആൻഡ് സ്മോക്സ് മസ്റ്റ് ബി ക്ലിയർഡ് ആസ് ഇയർലി ആസ് പോസിബിൾ ഫ്രം ദി വർക്കിംഗ് ഫേസ് സോ ദാറ്റ് വർക്ക് ക്യാൻ ബി റെസ്യൂംഡ് ആഫ്റ്റർ ബ്ലാസ്റ്റിംഗ് വിത്തൗട്ട് സീരിയസ് ഡിലേ. The amount of dust produced by the tunnel operations should be brought with safe permissible limits. It must prevent accumulation of dangerous concentration of fumes anywhere along the length of the tunnel. The ventilating system must provide atmosphere at the face where workers can do their job safely and comfortably. ഓക്കെ, അപ്പോൾ ഈ വെന്റിലേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ടണലിങ്ങിൽ ആ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെല്ലാം ഹാംഫുൾ അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഇത് നമ്മളൊരു സ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെന്റിലേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഒന്ന് പെർമനൻറ്റ് വെന്റിലേഷനും ഉണ്ട്, ടെമ്പററി വെന്റിലേഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ ടെമ്പററി വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പം മെത്തേഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ കൊടുക്കുന്നതാണ് വെന്റിലേഷൻ. രണ്ട് രീതിയിൽ കൊടുക്കാം, ടെമ്പററി വെന്റിലേഷനും പെർമനൻറ്റ് വെന്റിലേഷനും. അതിൽ നമ്മുടെ ടെമ്പററി വെന്റിലേഷൻ എന്ന് പറയുമ്പം നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് ആ ടൈമിൽ കൊടുക്കുന്നതാണ്
ടെമ്പററി വെന്റിലേഷൻ എന്ന് പറയുന്നത്. പെർമനൻറ്റ് വെന്റിലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിന് ശേഷം, ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ വർക്ക്, ഓക്കെ, അപ്പം ആ കൺസ്ട്രക്ഷൻ വർക്കിന് ശേഷം പെർമനൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ പെർമനൻറ്റ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെമ്പററി വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും ഈ ഫ്രഷ് എയേഴ്സ് വർക്കിംഗ് ക്രൂസിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഈ എക്സ്പ്ലോസീവിൻ്റെ ഗ്യാസസ് എല്ലാം വർക്കേഴ്സിന് പ്രശ്നം, ഹെൽത്തിന് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ പുറത്ത് പോകാനൊക്കെ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ ടെമ്പററി വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ പെർമനൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ ശേഷം പെർമനൻ്റ് ആയിട്ട് ഒരു ഈക്വൽ ഇൻ്റർവെൽ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്കൽ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പെർമനൻ്റ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെത്തേഡ്സ് ആണ്. മെയിനായിട്ട് 2 മെത്തേഡ്സ് ആണ് ഇതിനുള്ളത്. ഒന്ന് നാച്ചുറൽ വെന്റിലേഷൻ ആൻഡ് സെക്കൻഡ് തിങ് ഈസ് മെക്കാനിക്കൽ വെന്റിലേഷൻ. ഓക്കെ, അതിൽ മെക്കാനിക്കൽ വെന്റിലേഷനാണ് കുറച്ച് ഒരു 3 ടൈപ്പ് വീണ്ടും ഉണ്ട്. ആ 3ൻ്റെ പേര് നമ്മൾ നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ നാച്ചുറൽ വെന്റിലേഷൻ ആണ് പറയുന്നത്. നാച്ചുറൽ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുമ്പോൾ എന്താണ് കേട്ടോ, വെന്റിലേഷൻസ് എപ്പോഴും നമ്മളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡിലുള്ള ഔട്ട്സൈഡിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഷാഫ്റ്റ് ആണ്, നമ്മളൊരു ഈക്വൽ ഇൻ്റർവെല്ലിൽ ഷാഫ്റ്റ് ആയിരിക്കും ഇതിന് വെന്റിലേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ടണൽസ് എടുക്കുന്ന സമയത്ത് ടണൽസിൻ്റെ ഡയമീറ്റർ കൂടുതലും ലെങ്ത് കുറവുമായിരിക്കണം. ടണലിൻ്റെ ഓറിയൻറ്റേഷൻസ്, വിൻഡ് ഡയറക്ഷൻസ് എലോങ് ആയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. ഇത് നാച്ചുറൽ വെന്റിലേഷൻസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ടണൽ. This type of ventilation can be provided shaft at a suitable interval along the tunnel during its construction. Suitable conditions for these types of ventilations when diameter of tunnel is large but length is small, when tunnel orientation is along wind direction, when drift is driven from port to portal, if it may provide sufficient natural ventilation for the enlarging operation. And next, mechanical ventilation. Mechanical ventilation la first method ആണ് ബ്ലോവിങ് ആൻഡ് പ്ലാനം പ്രോസസ്. ആൻഡ് ബ്ലോവിങ് ആൻഡ് പ്ലാനം പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ മെത്തേഡിൽ ഫ്രഷ് എയേഴ്സ് ആയിരിക്കും നമ്മൾ ബ്ലോൺ ബൈ ബ്ലോൺ ചെയ്യുന്നത്. ഫാൻസ് ഇവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഷാഫ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇതിൽ വെന്റിലേഷൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. യൂണിഫോമിലി തന്നെ ഫ്രഷ് എയർ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ബ്ലോയിങ് പ്രോസസ്സിലൂടെ. രണ്ടാമത് പറയുന്ന എക്സോസ്റ്റിംഗ് ആണ്. എക്സോസ്റ്റിംഗ് എപ്പോഴും ഷോർട്ടായിട്ടുള്ള ടണൽസിനാണ് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. എക്സോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഫൗൾ ഗ്യാസസോ ഡസ്റ്റോ ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകാനും നല്ല ഫ്രഷ് എയേഴ്സ് അകത്ത് വരുന്നതിന് വേണ്ടിയിട്ടും എക്സോസ്റ്റിംഗ് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ബ്ലോവിങ്. ഇൻ ദിസ് മെത്തേഡ് ഫ്രഷ് എയർ ഈസ് blown by blower fans mounted in one or more input shafts. Blower fans used along can with supply ducts gives uniform distributions of fresh air. Then exhausting. In this method, the foul air and the dust are drawn into an exhausting dust near the working phase, thereby creating a flow of fresh air into the tunnel from the entrance or portal. The use of exhaust fan is suitable for short tunnels only. ആൻഡ് ലാസ്റ്റ് മെത്തേഡ് കോമ്പിനേഷൻ ഓഫ് ബ്ലോയിങ് ആൻഡ് എക്സോസ്റ്റിംഗ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ്. Many recent systems have tried to combine both the blowing and exhausting, utilizing the advantages in either system immediately after exhausting system is operated for 15 to 30 minutes to remove the objectionable airs, and rest of the times fans are reserved for blowing fresh air. നെക്സ്റ്റ് ടോപ്പിക് ഡ്രെയിനേജ് ഓഫ് ടണലാണ്. നമ്മളിപ്പോൾ ടണൽ ചെയ്യുന്ന സമയത്ത് ഡ്രെയിനേജും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതും ഒരു 3 രീതിയിൽ നമുക്ക് ഡ്രെയിനേജിൻ്റെ കാര്യം പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് ടണലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടണലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടണലിൻ്റെ അകത്തോട്ട് വെള്ളം എൻ്റർ ചെയ്യാണ്ടിരിക്കാൻ, ചിലപ്പോൾ റെയിൻ വാട്ടർ ആണെങ്കിൽ റെയിൻ വാട്ടർ എൻ്റർ ചെയ്യാണ്ടിരിക്കുക, എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ എൻ്റർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീ ഡ്രെയിനേജിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്, ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ്. രണ്ടാമത് പറയുന്ന ഒരു ഡീ വാട്ടറിങ് ആണ്. അപ്പം ആദ്യം പറഞ്ഞത് നമ്മൾ പ്രീ ഡ്രെയിനേജിങ്, രണ്ടാമത് പറയുന്ന ഡീ വാട്ടറിങ് ആണ്. അപ്പോൾ ഡീ വാട്ടറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞു, ടണലിലോട്ട് കുറേ വെള്ളം എക്സസ് ആയിട്ട് പോയി കഴിഞ്ഞു, അപ്പോൾ അതിന് മാറ്റുന്നതിന് വേണ്ടി ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നതിനാണ് ഡീ വാട്ടറിങ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന ഒരു പെർമനൻ്റ് ആയിട്ടുള്ള വേ ആണ് പെർമനൻ്റ് ഡ്രെയിനേജ്. പെർമനൻ്റ് ഡ്രെയിനേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടണലിൽ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ആ ഒരു വർക്കിൻ്റെ കംപ്ലീഷനും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പം അതിലെന്തെങ്കിലും വാട്ടറിൻ്റെ കണ്ടൻറ്റോ കാര്യങ്ങളോ എക്സസ് ആയിട്ട് എന്തെങ്കിലും വാട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ പെർമനൻ്റ് ഡ്രെയിനേജ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്.
ഇനി ഇതിൽ നിന്ന് വാട്ടർ എവിടെയൊക്കെ വരുന്നു എന്നുള്ള കാര്യമാണ് സോഴ്സസ് ഓഫ് വാട്ടറിൽ പറയുന്നത്. ഇൻ ഡ്രൈവിംഗ് എ ടണൽ വാട്ടർ കംസ് ഫ്രം 2 sources, wash water used for washing drill holes and groundwater or subsoil water. And then drainage systems is mainly 2 types, temporary system and permanent system, and this systems is again classified into 2 types. Temporary system, first one open ditch drainage system and second one pumping system, and permanent system, first one central drain system and second corrugated sheet roof with side drains, single side drain system. വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ടണൽ എഞ്ചിനീയറിങ്ങിലുള്ളൂ. സോ അപ്പോൾ അത്രയും കാര്യം, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പഠിക്കുക.